ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പലഹാരമാണ്. പലഹാരത്തിന്റെ പേര് ഡയമണ്ട് കട്ട് എന്ന പലഹാരമാണ്. നമുക്ക് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. അതിനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് മൈദയാണ്. കുറച്ച് മൈദ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയും വേണ്ട ഒരു 2 ഞുള്ളി ഉപ്പ് മതി. അല്ല, മഞ്ഞപ്പൊടി മതി. പിന്നെ ഒരു ശകലം ഉപ്പും വേണം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇച്ചിരി ഓയിലാണ്. നമ്മളിടുന്നത് സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് നല്ലതായിട്ട് കുഴയ്ക്കണം. ഗൈസ്, കുഴയാൻ വേണ്ടി നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം മതി. എന്നിട്ട് പിന്നെ നല്ലപോലെ കുഴയ്ക്കണം. ഗായ്സ്, നമുക്ക് ഈ ഒരു പരുവാവണം ഗായ്സ്. നമ്മളിത് ഉണ്ടാക്കുമ്പം കുഴയ്ക്കുമ്പം ഈ ഒരു പരുവാണ്. നമുക്ക് പ്രസ് ചെയ്താൽ പ്രശ്നമാണ്. ഓക്കെ, നല്ല സോഫ്റ്റ് ആവണം. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാവണം കുഴയ്ക്കുമ്പോൾ. ഹേ ഗായ്സ്, അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് കുഴച്ചതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിത് 10 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഗായ്സ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിനെ നമുക്ക് 2-3 ബോളുകളാക്കണം. ഗായ്സ്, നമ്മൾ ഇത്രയും ബോളുകളാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ 1 കിലോയുടെ മാവിനുള്ള ബോളുകളാണ്, 1 കിലോ മാവ് കുഴച്ചുള്ള ബോളുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം ഉണ്ടാക്കുന്ന ബോളുകൾ വെച്ച് ഉണ്ടാക്കിയാൽ മതി. നീ അത് പറഞ്ഞുകൊണ്ട് ചെയ്തതാണേ. അപ്പോൾ ഗായ്സ്, നമുക്ക് ആ ഉരുട്ടി വെച്ചിരുന്ന ബോളുകളെല്ലാം നമുക്ക് ഓരോ പരത്തിയെടുക്കണം ഗായ്സ്. നല്ല നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇതുപോലെ നല്ലതായിട്ട് പരത്തണം ഗായ്സ്. ഇതുപോലെ നല്ലോണം പരത്തണം. പിന്നെ മണ്ടയ്ക്ക് ഇത്തിരി പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം ഗായ്സ്. നമ്മളിവിടെ ഇടുന്ന പൊടി മൈദാപ്പൊടിയാണ്. മൈദാപ്പൊടി ഇടുന്നതാണ് നല്ലത്. ഞങ്ങളിവിടെ മൈദാപ്പൊടിയാണ് ഇടുന്നത്. ഗൈസ്, ഇതുപോലെ നല്ലതായിട്ട് ചെയ്യണം. ഇത്രയും വലിപ്പത്തിൽ വേണം നമ്മളിത് ചെയ്യാൻ. ഗൈസ്, ചപ്പാത്തിക്ക് പരത്തുന്ന അത്രയും വേണ്ട, ഇച്ചിരി നൈസായിട്ട് പരത്തിയാലും മതി. പരത്തണം. ഇനി നമ്മളിനി ഡയമണ്ട് രൂപത്തിൽ കട്ട് ചെയ്യണം. ഇതുപോലെ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രോസായിട്ട് കട്ട് ചെയ്യണം. നാളെ ഡയമണ്ട് രൂപത്തിലാവത്തുള്ളൂ. അതിപ്പോൾ സൈഡായതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. ഗൈസ്, ഇതുപോലെ വേണം കട്ട് ചെയ്യാൻ. ഈ ഒരു ഷേപ്പ് ഡയമണ്ട് ഷേപ്പിൽ വരണം ഗൈസ്. കണ്ടല്ലോ ഗൈസ്, ഈ ഒരു ഷേപ്പിൽ വരണം. അതുപോലെ നമുക്ക് ഇത് ഉരുട്ടി വെച്ചിരുന്ന ഉണ്ടകളെല്ലാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ പരത്തി ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം ഗൈസ്. ഗൈസ്, നമ്മൾ ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനിയും വേണം ഗൈസ്, കുറച്ചുകൂടെ ഉണ്ടാക്കാനുണ്ട് ഗൈസ്. ഇതുപോലെ ഇങ്ങനെ പരത്തി ഇതുപോലെ ഇങ്ങനെ ഷേപ്പിൽ എടുക്കാനുണ്ട് ഗൈസ്. ഇത്ര ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്തായിട്ട് നമ്മളിനി ഒരു ചരിവ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ എണ്ണ ചൂടാക്കണം.
ഉരുളിക്കകത്ത് എണ്ണ ചൂടാക്കണം. എണ്ണ നല്ലപോലെ തിളച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ട് എടുത്ത് അതിലോട്ട് വറുത്ത് പോരാൻ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളിനിയും ഇതെടുത്ത് ഈ ഡയമണ്ട് കട്ട് എടുത്ത് നമ്മളിതിനകത്ത് വെക്കണം. നമ്മൾ ആറ്റ് സെറ്റാണ് നമ്മൾ ഇടുന്നത്. അപ്പം ഇതുപോലെ വരും. എണ്ണക്കകത്തിട്ട് കഴിയുമ്പം ഡയമണ്ട് ഈ രൂപത്തിലേക്കായി വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെറ്റാണ് കോരുന്നത്. ആദ്യം നമ്മൾ കുഴയ്ക്കുന്നതിന് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി നല്ല കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് ഉണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പൊടിഞ്ഞാൽ പൊടുന്നൊക്കെ ഉണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് ഗായ്സ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഗായ്സ്, നമ്മൾ പഞ്ചസാര പാനി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പാനി ചേർക്കാം. എനിക്ക് പഞ്ചസാര പാനി ചേർക്കാത്തതാണ് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾക്ക് പഞ്ചസാര പാനി ചേർക്കണമെങ്കിൽ അവസാനം നിങ്ങൾ ഇതുണ്ടാക്കി കഴിഞ്ഞ അവസാനം പഞ്ചസാര പാനി ആക്കണം. പാനി ആക്കിയിട്ട് നിങ്ങൾ ഇതുമായിട്ട് കൂട്ടി മിക്സ് ആക്കിയാൽ മതി, ഇളക്കിയാൽ മതി. അപ്പം മധുരം കിട്ടും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.